ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? പിന്നെന്താ, ഇന്നിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 10 ദിവസമായി ഒരു മുഴുവൻ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ ചിക്കനുണ്ട്. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ടത് ചെയ്യാണ്ട് നീണ്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനത് എടുത്തിട്ട് നല്ല പച്ച മസാലയെല്ലാം പുരട്ടിയിട്ട് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ വിചാരിച്ചിട്ട് ചിക്കൻ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് മല്ലിയിലയും പുതിനയിലയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് വിനാഗിരി തൈര് പിന്നെ കുറച്ച് മുളക് പൊടിയും ഒരു പൊടി കുരുമുളക് പൊടിയും ഇറച്ചി മസാലപ്പൊടിയിലിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ വെച്ചിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത്. സാധാരണ ഇതിൽ ചെയ്യുമ്പോൾ ഞാൻ തീരെ എണ്ണ ആക്കലുണ്ടായിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാനിതിന് കുറച്ച് പശു നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുത്ത് നോക്കി ആ ഒരു സ്മെല്ലും ടേസ്റ്റെല്ലാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കനുണ്ടായിന്. ഈ എയർ ഫ്രൈയിൽ ചെയ്യുമ്പോണ്ടല്ലോ ശരിക്കും അധികം എണ്ണയൊന്നും വേണ്ട, നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് വേവുന്നുണ്ട്. എന്തായാലും ഞാൻ എപ്പം പറയുന്ന പോലെ ഒരു വൈകുന്നേരം 4 മണിയെല്ലാം കഴിയും നമ്മളിത് കഴിക്കുമ്പോൾ, ലഞ്ചായിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനതിന് പൊറോട്ടയോ ചപ്പാത്തിയോ കുബൂസോ എന്തെങ്കിലും വാങ്ങിക്കോന്നാണ് പറഞ്ഞത് ചിക്കന്. അപ്പോൾ അങ്ങനെ ഒരു പൊറോട്ടയും അതിൻ്റെ കൂടെ ഹമ്മൂസെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ പൊറോട്ടയോ ചിക്കനും ഹമ്മൂസെല്ലാം കഴിച്ച് അതിൻ്റെ കൂടെ ഞാനൊരു ഗ്ലാസ് ചായ എല്ലാം കുടിച്ച്. അത് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് ആമി അന്നേരം മദ്രസയിൽ പോയിട്ടുണ്ടായിന്. പിന്നെ ആമിനെ മദ്രസയിൽ വിടുന്ന സമയത്ത് നമ്മളും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ മക്കൾ കുറച്ച് വലുതാകുമ്പോഴേക്കുണ്ടല്ലോ അങ്ങനെ അകത്ത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും അവർക്ക് വല്ലാണ്ട് മടുക്കുന്നുണ്ട്. ഒന്ന് പുറത്തിരിക്കാനോ അല്ലെങ്കിൽ ഒരു മുറ്റത്ത് കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം കളിക്കാൻ ഒന്നുമില്ല ഇവിടെ. ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ടി വി അല്ലേ. ഇപ്പോൾ ടി വി ആണെങ്കിൽ ഏകദേശം കുറച്ച് നാളായി കേട് വന്നിട്ട് അതിൽ യൂട്യൂബൊന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയായി ഇവർക്ക് രണ്ടാക്കും. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ പുറത്ത് പോകാമെന്ന് പറയുന്നതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇറങ്ങുമ്പോൾ 2 ആൾ സൈക്കിളെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കുന്നുണ്ട്. നോക്കാൻ പറ്റുമെങ്കിൽ കളിക്കാമെന്നെല്ലാം വിചാരിച്ചങ്ങനെ മദ്രസയിൽ നിന്ന് ആമീനെ കൂട്ടിയിട്ട് നേരെ മത്രയിലേക്കാണ് വിട്ടത്. മത്രയിലാകുമ്പോൾ നല്ലൊരു ബീച്ചിൻ്റെ ഒരു സൈഡും, ബീച്ചല്ല എന്നാലും ആ ഒരു നല്ല കടലെല്ലാം ഉണ്ടല്ലോ. കടല പുഴ എന്താ മത്ര ബീച്ച്, അതെ, കോർണേഷൻ. ആ സൈഡിൽ കുറേ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഷിപ്പെല്ലാം കാണുന്നത് രാത്രി വ്യൂ നല്ല രസമാണ്. പിന്നെ കുറച്ച് വാട്ടർഫോളും എന്തൊക്കെയോ ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെയും കൂട്ടി അവിടെ പോകുമ്പോണ്ടല്ലോ വെറുതെ കുറിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സമൂസയും കഫ്തീരിയിൽ നിന്ന് 2-3 ഉഴുന്ന വടയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിന്. ഇനി എന്ത് വയറ് നിറഞ്ഞാലും പുറത്ത് പോയി ഇരിക്കുമ്പം കുറിക്കുക എന്നുള്ളത് രസമാണല്ലോ അല്ലേ. വയറിന് അത്ര രസമില്ലെങ്കിലും വായിക്ക് നല്ല രസമല്ലേ. അപ്പം അങ്ങനെ കുറച്ചത് വാങ്ങി വെച്ച് കുറച്ച് 2-3 അങ്ങനെ വാങ്ങി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇടയ്ക്ക് അവരിരുന്ന് കഴിക്കുന്നില്ലെന്ന് കാണുന്നത്. അങ്ങനെ അവരുണ്ടാവും അത്യാവശ്യം സൈക്കിളിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കുറച്ച് സമയം വാട്ടർഫോളെല്ലാം കണ്ടിരുന്ന്. രാത്രി ആയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ അത്ര ക്ലിയർ ഇല്ല കേട്ടോ. ക്യാമറയും അത്ര ഒരു ക്ലിയർ ഇല്ലാത്തതാണ്. പിന്നെ രാത്രിയും അവിടെ ലൈറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ടിപ്പോൾ 2 ദിവസമായി കേട്ടോ. ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് അതിഭയങ്കരമായ തലവേദനയാണ് കേട്ടോ. ഇപ്പോൾ മൈഗ്രെയിൻ്റെ തലവേദന വരാൻ വേണ്ടിയിട്ട് കാരണങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഇടയ്ക്കിടെ വന്ന് തലോടി പോകുന്നുണ്ട്, എന്താ അറിയില്ല. ഒരു ദിവസം ഒഴിയാണ്ട് പെയിൻ കില്ലർ കഴിക്കും. ഇന്നിപ്പോൾ നല്ല തലവേദന ഉണ്ട്. ആ സമയത്താണ് ഞാൻ വോയിസ് ഇടുന്നത്.
അപ്പോൾ തലവേദന ഉള്ള സമയത്തിന് ഇടണമെന്ന് വെച്ചാൽ വേറെ വീഡിയോസൊന്നും ഇല്ല ഇടാൻ. 2-3 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അതൊരു പിന്നെ അതുപോലെ പറയട്ടെ, യൂട്യൂബിൽ ആദ്യം വീഡിയോ ഇട്ട് ഒന്ന് ക്ലച്ച് പിടിച്ച് വരണമെങ്കിൽ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ഒരു 10-25 ലൈക്കെങ്കിലും കിട്ടണം, ഒരു കുറച്ച് കമൻസ് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് എല്ലാം ചെയ്ത്. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ആർക്കും ഉറക്കമൊന്നും വരണ്ട. ഞാൻ അത്രയും സ്ലോയിൽ സൈലൻ്റായിട്ട് സംസാരിക്കുന്ന പോലെ പറയുന്നു. ഇപ്പോൾ കുറേ ടൈമായി ഇവിടെ, എല്ലാവരും നല്ല ഉറക്കിലാണ്. ഞാൻ ആ സമയത്ത് വോയിസ് ഇടുന്നത്. പിന്നെ മക്കളെല്ലാം കളിച്ച് കഴിഞ്ഞ് കുറച്ച് ടൈമായി. നാളെ ആമിക്ക് സ്കൂളുണ്ട്, നേരത്തെ പോയി കിടന്നുറങ്ങണം. വീട്ടിലേക്ക് വിട്ട് പോകുന്ന വഴി കുറച്ച് ബ്ലോക്കെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞ് വീടെത്തി നോക്കുമ്പോൾ ഇവർക്കാർക്കും ഫുഡൊന്നും വേണ്ട. വൈകുന്നേരം ഫുഡ് കഴിച്ചതും പിന്നെ ഈ കടിയെല്ലാം കഴിച്ചില്ലേ, സമൂസയും ഉഴുന്നുവടയെല്ലാം കഴിച്ച്. അപ്പോൾ ആർക്കും ഒന്നും വേണ്ട. എല്ലാവരും അവർക്ക് രണ്ടാക്കും ഓരോ ഗ്ലാസ് പാലെല്ലാം കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രഷാക്കി കുളിപ്പിച്ച് കിടത്തി ഉറക്കി. പിന്നെന്താ, നോമ്പിങ് എത്തിയില്ലേ. മറ്റന്നാളെയാണ് ഇവിടെ നോമ്പ്, വ്യാഴാഴ്ച. എല്ലാവർക്കും അല്ലാഹു തആല നോമ്പ് മുഴുവനായിട്ട് എടുക്കാനും നിസ്കരിക്കാനും ഓതാനും പെരുന്നാളെല്ലാം അടിച്ച് പൊളിക്കാനും എല്ലാ രീതിയിലും കഴിഞ്ഞുകൂടാൻ കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടാൻ ആഫിയത്തെല്ലാം തരട്ടെ. പരസ്പരം ദുആ വേണം. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും. നോമ്പല്ലേ, നോമ്പിന് എത്രത്തോളം നല്ലൊരു വീഡിയോ ആണെന്ന് ഉറപ്പില്ല, എന്നാലും വീഡിയോ ഇടണം. ഇൻഷാ അല്ലാഹ് ദുആ വേണം കേട്ടോ. ഓക്കെ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളെ വീടെത്തി കേട്ടോ.